പോത്തൻകോട് കൊല്ലപ്പെട്ട വയോധിക ബലാത്സംഗത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രഹസ്യഭാഗങ്ങളിൽ മുറിപ്പാടുകളുണ്ടെന്നും തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വി വിനോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, തുടക്കത്തിൽ ഒരു മോഷണ ശ്രമത്തിനിടെ നടന്ന ഒരു കൊലപാതകം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത്. പക്ഷേ അതിക്രൂരമായാണ് ഭിന്നശേഷിക്കാരിയായ ഈ വയോധിക കൊല്ലപ്പെട്ടത് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് വയോധിക ലൈംഗിക അതിക്രമത്തിന് വിധേയയായി എന്ന കാര്യങ്ങൾ വെളിപ്പെടുന്നത്. നേരത്തെ തന്നെ ആ തരത്തിലുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ പ്രതി തൗഫീഖ് നേരത്തെ പോക്സോ കേസിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള മറ്റ് കേസുകളിലും പ്രതിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഒരു പ്രതി മോഷണം മാത്രമായിരുന്നില്ല ലക്ഷ്യമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതേസമയം ഈ പോത്തൻകോട് സ്വദേശിയായ പ്രതിക്ക് ഈ വയോധിക അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു, തങ്കമണി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനെ കുറിച്ചുള്ള വിവരമുണ്ടായിരുന്നു എന്ന നിഗമനം കൂടി പോലീസിനുണ്ട്. കാരണം രാജാജി നഗറിൽ നിന്നാണ്, തിരുവനന്തപുരം നഗരത്തിലെ രാജാജി നഗറിൽ നിന്നാണ് ബൈക്ക് മോഷ്ടിക്കുകയും അവിടെ നിന്ന് പോത്തൻകോട് മംഗലപുരം ഭാഗത്തേക്ക് എത്തുകയും ചെയ്തത്. ആ സമയത്ത് ആ വാഹനം കേടാകുന്നുണ്ട്. തുടർന്ന് മറ്റൊരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചാണ് ഈ കൃത്യം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുവച്ചിരുന്ന സ്ഥലത്തേക്ക് പ്രതി എത്തി എന്ന് വേണം കരുതാൻ. ഇങ്ങനെ ശാരീരികമായി ഉപദ്രവിച്ച ശേഷം പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. കമ്മലുകൾ അപഹരിച്ചിരുന്നു. ഈ കവർച്ച ചെയ്ത സ്വർണം പിന്നീട് ചാലയിലെ ഒരു ജുവലറിയിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തി 5000 രൂപയ്ക്ക് അവിടെ വിൽപ്പന നടത്തിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഏതായിരുന്നാലും ഈ കൊലപാതകത്തിന് പിന്നിൽ ലൈംഗിക അതിക്രമം കൂടി ഉണ്ടായി എന്ന വിവരമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. ആര്യ, ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.